റിസ്കിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ എപ്പോഴും വളരെ ജാഗ്രതയുള്ളവരാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എവിടെ നിക്ഷേപിക്കണം എന്നാലോചിക്കുമ്പോൾ പലർക്കും വലിയ ആശയക്കുഴപ്പം വരാറുണ്ട്. ചിട്ടി, ബാങ്ക് ഡെപ്പോസിറ്റ്, സ്വർണം, മ്യൂച്വൽ ഫണ്ട്, ഓഹരി വിപണി, അങ്ങനെ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുമുണ്ട്. ഇതിൽ ഏതാണ് സുരക്ഷിതമെന്നും ഏതിലാണ് കൂടുതൽ ലാഭം കിട്ടുക എന്നും മനസ്സിലാക്കാൻ സാമ്പത്തിക രംഗത്ത് ഒരു പ്രധാന വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ ലാഡർ ഓഫ് റിസ്ക് അഥവാ നിക്ഷേപങ്ങളിലെ നഷ്ടസാധ്യതകളുടെ ഏണിപ്പടി എന്ന് വിളിക്കുന്നത്. ഇത് എന്താണെന്ന് വളരെ ലളിതമായ രീതിയിൽ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി തീരുമാനിക്കാൻ സാധിക്കും. നമ്മളൊരു ഏണിപ്പടി കയറുന്നത് പോലെയാണ് ഈ ഒരു രീതിശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ഏണിയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്, അതായത് സുരക്ഷിതത്വം കൂടുതലായിരിക്കും. എന്നാൽ മുകളിലേക്ക് കയറും തോറും വീഴാനുള്ള സാധ്യത അഥവാ നഷ്ടസാധ്യത കൂടിക്കൂടി വരും. ഇതേ രീതി തന്നെയാണ് നമ്മൾ നിക്ഷേപങ്ങളുടെ കാര്യത്തിലും ചിന്തിക്കേണ്ടത്. സാമ്പത്തിക രംഗത്ത് ഒരു പ്രധാന നിയമമുണ്ട്. നഷ്ടസാധ്യത എവിടെ കുറവാണോ അവിടെ നിന്ന് കിട്ടുന്ന ലാഭവും കുറവായിരിക്കും. നഷ്ടസാധ്യത എവിടെ കൂടുതലാണോ അവിടെ വലിയ ലാഭം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനെയാണ് നമ്മൾ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് റെജി തോമസ് സംസാരിക്കുന്നു. ഈ ലാഡർ ഓഫ് റിസ്ക് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ ലാഡർ ഓഫ് റിസ്ക് നമ്മുടെ ഏണിയിലുള്ള അതേ പടികൾ പോലാണ് ഈ ലാഡർ ഓഫ് റിസ്ക്. അപ്പോൾ ഓരോ പടി നമ്മൾ കയറി വരുമ്പോൾ ആ കയറി വരുന്ന പടിയിൽ റിട്ടേൺസ് കൂടുതൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതേ സമയത്തിൽ നമുക്ക് അതിനായിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സിരുപ്പും നമുക്ക് ആവശ്യമുള്ളതാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഈ ലാഡർ റിസ്കിലെ ആ പടികളുടെ ആ ഒരു ഓർഡർ നമ്മൾ നോക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് റങ്, അതായത് ഏറ്റവും ലോവസ്റ്റ് പടിയിലുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. സോ ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ്, വളരെ ഓൾമോസ്റ്റ് സീറോ റിസ്ക് ആണ്. കിട്ടുന്ന ഒരു 5 അല്ലെങ്കിൽ 6% റിട്ടേൺ വർഷത്തിന് നമുക്ക് കിട്ടും. ആ പണം നമ്മൾ സുരക്ഷിതമായിട്ട് ബാങ്കിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 5 അല്ലെങ്കിൽ 6% റിട്ടേൺ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ലോവസ്റ്റ്, നോ റിസ്ക്, ഓൾമോസ്റ്റ് സീറോ റിസ്ക് ആണ്. അതിന് റിട്ടേൺസും അത്രയും കുറവാണ്. ഈ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറാൻ പോകുമ്പോൾ ബോണ്ട്സ് എന്ന് പറയും. അപ്പോൾ ഗവൺമെന്റ് ബോണ്ട്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സ്, അത് മൂന്നാമത്തെ പടിയാകുമ്പോൾ കോർപ്പറേറ്റ് ബോണ്ട്സ്. ഗവൺമെന്റ് ബോണ്ട്സ് യൂഷ്വലായിട്ട് ഡിഫോൾട്ട് ചെയ്യുന്ന ചാൻസസ് കുറവാണ്. സോ ലിറ്റിൽ മോർ റിട്ടേൺസ് ഇച്ചിരി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലും അടുത്തതായിട്ടുള്ള ലെവലാണ് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട്സ്. അപ്പോൾ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഈ കോർപ്പറേറ്റ് ബോണ്ട്സ് ആണ് മൂന്നാമത്തെ പടി. അപ്പോൾ അതിൽ ഈ കമ്പനി ഡിഫോൾട്ട് ആകാം, ചിലപ്പോൾ വാങ്ങിച്ച കടൻ തിരിച്ച് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാകാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. സോ അതിൽ മൂന്നാമത്തെ 4ാമത്തെ സ്റ്റെപ്പിലൊക്കെ പോകുമ്പോൾ ആ റിസ്ക്കും കൂടുന്നുണ്ട്. പക്ഷെ അതേ സമയത്തിൽ ആ റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു 8 to 9%, നല്ല ക്വാളിറ്റി കമ്പനീസിന്റെ ഗവൺമെന്റ് ബോണ്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 8 to 9% ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ AAA റേറ്റഡ്, AA റേറ്റഡ് എന്നൊക്കെ പറയുന്ന ആ റേറ്റിംഗ്സ് അനുസരിച്ച് നമുക്ക് ആ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിൽ അടുത്ത പടിയിലോട്ട് നമ്മൾ കയറുവാണെങ്കിൽ യു ഗെറ്റ് ഈക്വിറ്റി ലിങ്ക്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ്, ഇപ്പൊ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സെൻസെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ല മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻഡെക്സ് ഫണ്ട്സിലൊക്കെ ഇടുക. ഇതാണ് ഈ 5ാമത്തെ പടിയിൽ. അപ്പോൾ ലാഡർ റിസ്ക്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഈ ഇൻഡെക്സ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ റിട്ടേൺസ് ഇച്ചിലൂടെ കൂടുതൽ കിട്ടും. സോ ഈ കോർപ്പറേറ്റ് ബോണ്ട്, ഗവൺമെന്റ് ബോണ്ടിനേക്കാളും കൂടുതലായിട്ടുള്ള റിട്ടേൺസ് കിട്ടും. പക്ഷെ അതേ സമയത്തിൽ ആ വോളറ്റിലിറ്റി അത്രയും കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ റിസ്ക് കൂടുതൽ റിവാർഡ് എന്ന് പറയുന്നത്. ഇതിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറുവാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഹയസ്റ്റ് ലെവലിൽ നമ്മൾക്ക് എത്താറായി. ഇതിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറുവാണെങ്കിൽ വി ലുക്ക് അറ്റ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ്, സ്പെക്യുലേറ്റീവ് സ്റ്റോക്സ് അല്ലെങ്കിൽ പെനി സ്റ്റോക്സ് എന്നൊക്കെ പറയും. ഈ മാതിരി സ്റ്റോക്സ് നമുക്ക് ഇന്ന് കയറാൻ പോകുന്നുണ്ട്. 10 രൂപ കയറും, ഇന്നൊരു ഏതാണ്ട് ഒരു ന്യൂസ് കിട്ടി, ഒരു ടിപ്പ് കിട്ടി, ഈ മാതിരി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതാണ് ഈ അടുത്ത സ്റ്റെപ്പ് ഓഫ് ദ ലാഡർ. ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, നമ്മൾ ലോട്ടറി കളിക്കുന്ന പോലെ ആവും ഈ മാതിരി ഇൻവെസ്റ്റ്മെന്റ്സ്. അതിലും അടുത്തതാണ് F&O, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. സോ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഇത് പ്രോഡക്റ്റ് അറിയാൻ വയ്യാതെ, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ പോകും. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് റിസ്കിലോട്ട് ചെല്ലും. അതിനേക്കാളും ഹയസ്റ്റ് ആയി, പക്ഷെ റിട്ടേൺസും അതുപോലെ കിട്ടാനുള്ള ഒരുപാട് പേർക്ക് അങ്ങനെയും റിട്ടേൺസ് കിട്ടിയവരുമുണ്ട്. പക്ഷെ പലവരായിട്ട് ഈ സെബിയുടെ റിസർച്ച് അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര്, ഓൾമോസ്റ്റ് 80 to 90% ഓഫ് പീപ്പിൾ F&O അറിയാതെ ട്രേഡ് ചെയ്യുന്നവർ നഷ്ടമാണ് കൂടുതലായിട്ടും
അവർക്ക് വന്നിട്ടുള്ളത് എന്നത് സെബിയുടെ റിസർച്ച് പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ഹയസ്റ്റ് റിസ്ക്, ഈ ലാഡർ ഓഫ് റിസ്കിൽ ഏറ്റവും ഹയസ്റ്റ് പടിയിൽ നമുക്ക് നിന്ന് നോക്കുവാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഏറ്റവും ഹയസ്റ്റിലുള്ളത്. സോ ക്രിപ്റ്റോ കറൻസികളുടെ റിട്ടേൺസ് ആദ്യമായി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ 2013, 12, 14, 15 ഇൻവെസ്റ്റ് ചെയ്തവർ ഒരുപാട് റിട്ടേൺസ് കിട്ടിയവരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കാലങ്ങൾ മാറുമ്പോൾ ആ ഒരു പ്രോഗ്രസ് ആകുന്നതോറും ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറച്ച് റിട്ടേൺസ് ആയി കൂടുതൽ റിസ്ക് ആയി ഒരുപാട് ടൈപ്പിലുള്ള ക്രിപ്റ്റോ കറൻസികളാണ്. 9,000, 10,000 ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ഇപ്പോൾ ലോകത്തിലുണ്ട്. സോ ഇതിൽ ഏതാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൽ ഒരുപാട് ഗ്രേ ഏരിയാസ്, ഇത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്താലും ദർ ആർ എ ഫ്യൂ ഗ്രേ ഏരിയാസ് ഹിയർ ആൻഡ് ദർ. ഇത് റെഗുലേറ്റർ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഇങ്ങനെ പല വിധமான ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കാൻ പോയാൽ ഹയസ്റ്റ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്തിൽ ഹയസ്റ്റ് റിസ്ക്കും നമ്മൾ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. സോ ഇതാണ് ഫണ്ടമെന്റലി ലാഡർ ഓഫ് റിസ്ക്, ഫ്രം ദ ലീസ്റ്റ് റിസ്കിയസ്റ്റ് പ്രോഡക്റ്റ് വിത്ത് ലോവസ്റ്റ് റിട്ടേൺസ് ടു ദ ഹയസ്റ്റ് റിസ്കി പ്രോഡക്റ്റ് വിത്ത് ദ ഹയസ്റ്റ് റിട്ടേൺസ്. സോ ഇതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓരോ ലാഡറിലും ഹയറായിട്ട് ചെല്ലാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇതാണ് ലാഡർ ഓഫ് റിസ്കിന്റെ കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഏണിപ്പടിയുടെ ഏറ്റവും മുകളിൽ, അതായത് 5ാമത്തെ തട്ടിലാണ് ക്രിപ്റ്റോ കറൻസികളും വലിയ അറിവില്ലാത്ത ആപ്പുകൾ വഴിയുള്ള ട്രേഡിംഗും വരുന്നത്. ഇവിടെ യാതൊരുവിധ സർക്കാർ നിയന്ത്രണങ്ങളോ സുരക്ഷിതത്വമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് 1 ലക്ഷം രൂപയുള്ള സാധനം നാളെ രാവിലെ നോക്കുമ്പോൾ വെറും 10,000 രൂപയെ കുറയാനും ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഈ തട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ഈ വീഡിയോ മുഴുവനായും കേൾക്കണം. ക്രിസ്റ്റീന ചോദിച്ചത് ഒരുപാട് പേർക്ക് ഈ ലാഡർ ഓഫ് റിസ്ക് മനസ്സിലാകാതെ നേരെ നമുക്ക് ബാങ്ക് FD ഒക്കെ വളരെ ബോറിംഗ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പല വർഷങ്ങളായിട്ട് നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെയൊക്കെ ഈ സേഫ്റ്റി ആവശ്യപ്പെടുന്നവർ ഒരുപാട് പേര് ഈ പൈസ കൊണ്ട് സേഫ് ആയിട്ടിരിക്കണം, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുക, അല്ലെ ബാങ്കിൽ ഇടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിച്ചതൊന്നും തെറ്റായിട്ടില്ല. പക്ഷെ അത് ഒരുപാട് പേർക്ക് ഈ ജനറേഷന് അത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ ഒരു ആക്ഷനും കിട്ടാൻ പോകുന്നില്ല. 1 year FD, 2 year FD, ആ FD മെച്ചുവർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു എക്സ് എമൗണ്ട് കിട്ടും. അത് വേണം റിന്യൂ ചെയ്യാം, അല്ലെ ഏതെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ FD ബ്രേക്ക് ചെയ്ത് ഒരു പെനാൽറ്റി, ഒരു ചെറിയ പെനാൽറ്റി കെട്ടി ആ പണം നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ വളരെ ബോറിംഗ് പ്ലെയിൻ ജെയിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഇതൊക്കെ. സോ ഒരുപാട് പേർക്ക് ഇത് ബോറിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ നേരെ അങ്ങ് ടോപ്പ് ഓഫ് ദ ലാഡർ ഓഫ് ദ റിസ്ക് അങ്ങ് ചെല്ലും. സോ F&O, നമുക്ക് ഓപ്ഷൻസ് ട്രേഡിംഗ്, ഇപ്പം റീസെന്റ് ടൈമിലൊക്കെ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ഡയറക്റ്റ് ആയിട്ട് ഈ ഓപ്ഷൻസ് ട്രേഡിംഗിലൊക്കെ ചെല്ലാൻ, ഇറ്റ്സ് ലൈക്ക് ജമ്പിങ് ഇൻ ടു എ സ്മോൾ സ്വിമ്മിംഗ് പൂൾ. അതിനകത്തുള്ള നമ്മളൊരു ജമ്പ് എടുക്കുക എന്നുള്ള ഒരു ഫീലിംഗിൽ ഇത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് F&O ട്രേഡ് ചെയ്യാം. ഒരുപാട് പേര് ക്രിപ്റ്റോ കറൻസി ഒന്നും അറിയാതെ തന്നെ എന്റെ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെ ഫാമിലിയിൽ ദൂരത്തുള്ള സ്വന്തക്കാർ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, ഇവന്റെ കഥ വായിച്ചോ അവന്റെ കഥ വായിച്ചോ, ഇവൻ ഇത്ര ഉണ്ടാക്കി അവൻ അത്ര ഉണ്ടാക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. നമ്മളും കൂടെ ഒന്ന് നോക്കാം, ഇത് അത്ര പ്രയാസമുള്ള ഒരു കാര്യം ആകത്തില്ലല്ലോ, പുള്ളിയെ കൊണ്ട് ഇത്രയും സമ്പാദിച്ച് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നമുക്കും അത് സാധ്യമാകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അപ്പോൾ ഈ ലാഡർ ഒന്നും കയറാതെ, ഇത് മനസ്സിലാക്കാതെ, പ്രോഡക്റ്റിന്റെ ഡൈനാമിക്സ് മനസ്സിലാകാതെ, അത് ഏത് കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ഡൈനാമിക്സ് മനസ്സിലാകാതെ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ കൂടുതലായിട്ട് സമ്പാദിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനുള്ളത്. സോ ഡയറക്റ്റ് ആയിട്ട് F&Oക്കകത്ത് പോകുന്നോ ക്രിപ്റ്റോ കറൻസി പോകുന്നോ അത് മനസ്സിലാക്കാതെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നോ വളരെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രോപ്പസിഷനാണ്. സോ എന്റെ ഒരു സജഷൻ ഈ ചോദ്യത്തിന് എന്താണെന്ന് വെച്ചാൽ, മുറയായിട്ട് ഈ F&O ആദ്യം മനസ്സിലാക്കുക, അതൊന്ന് സ്റ്റഡി ചെയ്യുക. നമ്മളായിട്ടല്ല, നമുക്ക് സെൽഫ് സ്റ്റഡിയും ആവശ്യമാണ്. അതേ സമയത്തിൽ അത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉൾക്കൊള്ളും, എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൊണ്ടാണ് ആ ഡൈനാമിസം ഓഫ് ദ മാർക്കറ്റ്സ് ഉള്ളത്. ഇത് ഫോർമലായിട്ട് ഐദർ ത്രൂ എ ഫിനാൻഷ്യൽ അഡ്വൈസർ ഓർ ത്രൂ ക്ലാസസ്, ഫിസിക്കൽ 1-on-1 ക്ലാസസ് വഴി ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ റിസ്ക് ആൻഡ് റിവാർഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ബിക്കംസ് എ മോർ സെൻസിബിൾ ഓപ്ഷൻ റാദർ ദാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് എടുത്തുചാട്ടം അത്ര നല്ലതല്ല, പർട്ടിക്കുലർലി ഇൻ F&O ആൻഡ് ക്രിപ്റ്റോ കറൻസി. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസും ഏതൊക്കെയാണ് കറൻസീസ്, എങ്ങനെയൊക്കെയാണ് റിസ്ക്, അതെങ്ങനെയാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി.
സാധാരണക്കാരായ നിക്ഷേപകർക്ക് വരുത്തുന്ന ചില പ്രധാന തെറ്റുകൾ കൂടി ഈ വീഡിയോയിലൂടെ പറയാം. പലരും തങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ എടുത്ത് ഏതെങ്കിലും ഒരൊറ്റ തട്ടിൽ മാത്രം നിക്ഷേപിക്കാറുണ്ട്. ഉദാഹരണത്തിന് പണം മുഴുവൻ ബാങ്ക് ഡെപ്പോസിറ്റിൽ മാത്രം ഇട്ടാൽ പണപ്പെരുപ്പം കാരണം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഭാവിയിൽ കുറഞ്ഞു പോകും. നേരെ മറിച്ച് പണം മുഴുവൻ എടുത്ത് ഓഹരി വിപണിയിൽ ഇട്ടാൽ വിപണി തകരുമ്പോൾ വലിയ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് നിങ്ങളുടെ പണം എപ്പോഴും ഒരേ സ്ഥലത്ത് നിക്ഷേപിക്കാതെ വ്യത്യസ്ത രീതികളിൽ നിക്ഷേപിക്കുക. രജിസാർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്കിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നു. എല്ലാത്തിനും നമുക്കൊരു വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട്, അല്ലെ, ഒരു ഹോൾഡിംഗ് പീരിയഡ് എന്നൊക്കെ പറയാം. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്, ഡെലിവറി ബേസ്ഡ് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. കൊളോക്കിയൽ ലാംഗ്വേജിൽ ഡെലിവറി ബേസ്ഡ് ട്രേഡിംഗ്. സോ ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ഫാർമിംഗ് ആ തരത്തിലുള്ള ഒരു ലോജിക് വേണം ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പം വിശപ്പുണ്ട്, എനിക്ക് ഒരു വസ്തുവുണ്ട്, ഒരു നിലമുണ്ട്. ആ നിലത്തിൽ ഞാൻ നെല്ല് സോ ചെയ്യുവാണെങ്കിൽ അതെനിക്ക് വൈകുന്നേരം എനിക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ രാവിലെ അത് സോ ചെയ്താൽ എനിക്ക് വൈകുന്നേരം കഞ്ഞി ആക്കാനായിട്ട് അത് ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഈൽഡ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. So there is a time frame. Sometimes 30 days, sometimes 60 days, sometimes 90 days. Average ആയിട്ട് 90 ഡേയ്സിനൊക്കെയാണ് ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും വേഗമായിട്ട് വളരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ മല്ലിയില, കോറിയാണ്ടർ എന്ന് പറയുന്നത്. അത് തന്നെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 14 ഡേയ്സ്, 2 ആഴ്ചയൊക്കെ ആവശ്യപ്പെടും. സോ ഉടനെ അത് 3 ദിവസം കൊണ്ട് നമുക്ക് കോറിയാണ്ടർ ലീവ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഏറ്റവും എളുപ്പമായിട്ട് വളരുന്നത് പോലും ഒരു 14 ഡേയ്സ് ടൈം ഫ്രെയിം ആണ് എടുക്കുന്നത്. ഇത് നേച്ചർ നമുക്ക് തരുന്ന ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻവെസ്റ്റിംഗും. ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രാഡേയിൽ പലരും പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ദ ലോങ്ങർ ടേം സക്സസ്ഫുൾ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ, ട്രേഡർ അല്ല, ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഇച്ചിരി സമയം കൊടുത്ത്, കുറച്ച് സമയം കൊടുത്ത് ആ മുതലീടുകൾ വളരാനായിട്ടുള്ള സമയം കൊടുത്ത്, ആ സ്റ്റോക്ക് പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉള്ള സമയം കൊടുത്ത്, ആ കമ്പനി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പെർഫോമൻസ് ടൈം കൊടുത്താലേ അതിന് ഏറ്റവും ബെസ്റ്റ് ഹാർവെസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് പറയാനുള്ളത്, ഇൻവെസ്റ്റേഴ്സിനെ അഡ്വൈസ് ചെയ്യാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടർ ടൈം ഫ്രെയിമേലും ഒരു സ്റ്റോക്കിന്, തിരഞ്ഞെടുത്ത സ്റ്റോക്കിന് ആ സമയം കൊടുക്കാനായിട്ടുള്ള ആവശ്യമുണ്ട്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. 20 വർഷം വെച്ചിരുന്നാൽ ഇങ്ങനെ വളരും, 10 വർഷം വെച്ചാൽ ഇങ്ങനെ വളരും. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ ബ്രിങ്ങിങ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. ബട്ട് പ്ലീസ് റിമെമ്പർ, ഇൻവെസ്റ്റർ എന്നൊരു മൈൻഡ് സെറ്റോടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് വളരാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കാൻ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണിത്. എന്നാലേ ആ ബെനിഫിറ്റ്, ആ മൊത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. സോ ഡെഫിനറ്റ്ലി ലൈക്ക് ഫാർമിംഗ്, ഈവൻ ഇഫ് കോറിയാണ്ടർ 14 ഡേയ്സ് കൊണ്ട് നമുക്കത് വളർന്ന് കിട്ടുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മിനിമം സമയമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കുന്ന ആ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. എന്നാലേ നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ളത് ഒരു ക്ലാസിഫിക്കേഷൻ അടിയിൽ നമ്മൾ വരാൻ പറ്റുള്ളൂ. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എവിടെ നിക്ഷേപിക്കണം എന്നാലോചിക്കുമ്പോൾ പലർക്കും വലിയ ആശയക്കുഴപ്പമാണ്. ചിട്ടി, ബാങ്ക് ഡെപ്പോസിറ്റ്, സ്വർണം, മ്യൂച്വൽ ഫണ്ട്, ഓഹരി വിപണി, അങ്ങനെ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഏതാണ് സുരക്ഷിതമെന്നും ഏതിലാണ് കൂടുതൽ ലാഭം കിട്ടുക എന്നും റജി തോമസ് സാർ സംസാരിക്കുന്നു. അപ്പോൾ ഈ ലാഡർ റിസ്കിൽ ഏത് പെർസെന്റേജ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈസി ഫോർമുല, റൂൾ ഓഫ് തമ്പ് ആണ് നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റൂൾ ഓഫ് തമ്പ് ഞാൻ ക്രിസ്ത്യനോട് പറയാം. ഈ വയസ്സ് അനുസരിച്ചാണ്, ഏജ് ഓഫ് ദി ഇൻവെസ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്ലാസിഫൈങ് ഡെഫിനിഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റൂൾ ഓഫ് ദ തമ്പ്, ഈ ലാഡർ യൂസ് ചെയ്യുമ്പോൾ, ലാഡർ ഓഫ് റിസ്ക് യൂസ് ചെയ്യുമ്പോൾ റൂൾ ഓഫ് ദ തമ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയസ്സ് ഡിഫൈൻസ് ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഈക്വിറ്റി. അപ്പോൾ ഷെയർസ് അല്ലെ ഷെയർ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ നമ്മുടെ വയസ്സിനനുസരിച്ച് 100 മൈനസ് ദി ഏജ് ഷുഡ് ബി ദ പെർസെന്റേജ് ഇൻവെസ്റ്റഡ് ഇൻ ഈക്വിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, 100 വയസ്സാണ് ഒരു ആവറേജ് മനുഷ്യന്റെ ഒരു ആയുർക്കാലം എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ, ലെറ്റ് us assume that he is 30 years old. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവര് 30 ഇയേഴ്സ് ഒരു ഇൻവെസ്റ്ററാണ്. അപ്പോൾ 100 മൈനസ് 30 is 70. അപ്പോൾ 70% ഇൻവെസ്റ്റ്മെന്റ് ഒരു 30 വയസ്സുകാരന് ഈക്വിറ്റി ആൻഡ് ഈക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. 30% into ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ FD ആയിക്കട്ടെ, ഗവൺമെന്റ് ബോണ്ട്സ് ആയിക്കട്ടെ, ഈ ലോവർ ലെവലിൽ ലാഡർ റിസ്കിൽ ലോവർ സ്റ്റെപ്സിൽ ഇരിക്കുന്ന മറ്റേ പല ഈ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ 30%, ഹയർ റങ്ങിൽ ഇരിക്കുന്നത് 70%. ഇപ്പൊ ഇതേ മറിച്ച് 50 ഇയർ ഓൾഡ്, ഒരു ആവറേജ് 50 ഇയർ ഓൾഡ് വരുവാണെങ്കിൽ 100 മൈനസ് 50 is 50. സോ 50% ഈക്വിറ്റി റിലേറ്റഡ്, 50% into ഡെറ്റ്. ഡെറ്റ് എന്ന് വെച്ചാൽ
corporate bonds, fixed deposits and other safer investments. ഇപ്പോൾ ഒരു 70-year-old ഇൻവെസ്റ്റർ നമുക്ക് എങ്ങനെ ഈ ലാഡർ ഓഫ് റിസ്ക് ക്ലാസിഫൈ ചെയ്യുന്ന 100 മൈനസ് 70, സോ 30% മാക്സിമം ഈക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്, അത് മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് റിലേറ്റഡ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ് ഷുഡ് ഓൺലി ബി റിലേറ്റഡ് ടു ദാറ്റ്. ബാക്കി 70% ഫിക്സ്ഡ് ഇൻകം പ്രോഡക്ട്സിലാണ്. സോ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഇൻകം കിട്ടാതെ ആ ഒരു പ്രായം വരുമ്പം സ്റ്റഡി ഇൻകം വരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിയായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. സോ 30-year-old വരുമ്പോൾ ഈ ഹാസ് എ ഹോൾ ലൈഫ് ടൈം ടു ഏൺ മണി. സോ അവിടെ എവിടെയൊക്കെ തട്ടലും മുട്ടലും ചളങ്ങലും ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നാലും നമുക്ക് പ്രശ്നമില്ല, ബിക്കോസ് ഹി ക്യാൻ കണ്ടിന്യൂ ടു ഏൺ ആൻഡ് കോമ്പൻസേറ്റ്. ബട്ട് അറ്റ് 70 years യു മസ്റ്റ് ബി കെയർഫുൾ വെൻ യു ടേക്ക് എക്സസ് ആയിട്ടുള്ള റിസ്കി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കുന്നത് സൂക്ഷിക്കണം. ബിക്കോസ് ആ സമയത്ത് നമുക്ക് ഇൻകം വരാനായിട്ടുള്ളത് ഈ ഫിക്സ്ഡ് ഇൻകം പ്രോഡക്ട്സേ ഉള്ളൂ. അതുകൊണ്ടാണ് 30%, 70% എന്നീ റെഗുലേഷൻ നമ്മൾ മാറുന്നത്. ഓക്കെ, ഇതല്ലാതെ ഈ ലാഡർ ഓഫ് റിസ്ക് യൂസ് ചെയ്യുന്ന വേറൊരു ഒരു മെത്തഡോളജി ഉണ്ട്. ഈ ആദ്യം തന്നെ ഇൻവെസ്റ്ററായിട്ട് അല്ലെങ്കിൽ ട്രേഡറായിട്ട് മാറുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഞാനൊരു ഇൻഷുറൻസ് സെയിൽസ്മാൻ അല്ല, ബട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് ദി ഇൻഡിവിജ്വൽസ് ഹെൽത്ത് ഓർ ലൈഫ് ഇസ് കോംപ്രമൈസ്ഡ്, ദി എൻറ്റയർ കോൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തകർന്നങ്ങ് പോകും. സോ ഫസ്റ്റ് ടു പ്രൊട്ടക്ട് ദി സെൽഫ്, ഗുഡ് ഹെൽത്ത്, ആ ഹെൽത്തിനുള്ള ഇൻഷുറൻസ് നമുക്ക് വേണം. ചെറിയ വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് ഹൈ ലെവൽ കവർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു ടേം പ്ലാൻ, എല്ലാ ഇൻവെസ്റ്ററിനും ഒരു ടേം പ്ലാൻ ഏറ്റവും ആവശ്യമാണ്. ഇൻ കേസ്, ബിക്കോസ് സംടൈംസ് ഈ ട്രേഡിംഗ് ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഹെൽത്ത് റിസ്ക് ഹസാർഡ്സ് വന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ ഈ ലൈഫ് സ്റ്റൈലിന്റെ കാരണം കൊണ്ട് അതൊക്കെ മാറും. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ഈ രണ്ട് ബേസിക് നെസസിറ്റീസ്, നമ്മൾ എങ്ങനെയാണ് കാറിന് ഒരു ഇൻഷുറൻസ് എടുക്കുക, വാഹനത്തിന് ഒരു ഇൻഷുറൻസ് എടുക്കുക, വാങ്ങിച്ച ഉടനെ ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻവെസ്റ്ററോ ട്രേഡറോ ആകുന്നതിന് മുമ്പ് ആദ്യം ഒരു ടേം പ്ലാൻ, ഒരു ഹെൽത്ത് പോളിസി, ഫാമിലി ഒരു ഫ്ലോട്ടറായിട്ടുള്ള ഒരു പോളിസി, നമുക്കായിട്ടുള്ള ഒരു ടേം പ്ലാൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ, ഒരു ഇൻവെസ്റ്റർ ആയി മാത്രമേ നമ്മൾ മാറാവൂ. സോ ഇങ്ങനെയാണ് ഈ ലാഡർ ഓഫ് റിസ്ക് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ് ബാലൻസ് ഔട്ട് ചെയ്ത് ഒരു പെർസെന്റേജ് വൈസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞ ലാഡർ ഓഫ് റിസ്ക് നമ്മൾ ഫോളോ ചെയ്യാൻ തയ്യാറാവണം. ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും മുന്നോട്ട് പോകാൻ നമ്മൾ റിസ്കുകൾ എടുത്തേ മതിയാകും. പക്ഷേ കണ്ണും പൂട്ടി ഏറ്റവും മുകളിലത്തെ പടിയിലേക്ക് ചാടുകയല്ല വേണ്ടത്. ഓരോ പടിയും കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ കപ്പാസിറ്റി എത്രയെന്നറിഞ്ഞ് സുരക്ഷിതമായി വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. കാൽക്കുലേറ്റ് റിസ്ക് അഥവാ ചിന്തിച്ചുറപ്പിച്ച തീരുമാനങ്ങൾ മാത്രമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ നിർദ്ദേശം തേടുക.